അമേരിക്കയുടെ തന്ത്രം പാളിയോ? ഇസ്രയേലിന് കടുത്ത നിരാശയുണ്ട്. അതുകൊണ്ടാണ് ഇസ്രയേൽ വീണ്ടും ഒരു കനത്ത വ്യോമാക്രമണത്തിന് പ്ലാൻ ചെയ്ത് ഉടൻ തന്നെ ഇറാനിലെ എല്ലാ ന്യൂക്ലിയർ ബേസുകളെയും വ്യോമത്താവളങ്ങളെയും വീണ്ടും ആക്രമിച്ചത്. അമേരിക്ക ഇത്ര കറക്റ്റായിട്ട് പ്ലാൻ ചെയ്ത് അക്യുറേറ്റ് ആയിട്ട് പിൻ പോയിന്റ് പ്രെസിഷനോട് കൂടി അമേരിക്കയുടെ സ്വകാര്യ അഹങ്കാരമായിട്ടുള്ള B2 സ്പിരിറ്റ് സ്റ്റെൽത്ത് ബോംബർ ഉപയോഗിച്ച് GBU-57 MOP ബോംബുകൾ ഇറാന് മേൽ വർഷിച്ചതെല്ലാം വെറുതെയായോ? അമേരിക്കയുടെ ആക്രമണത്തിന് ശേഷം വീണ്ടും ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചു. ഈ സ്ഥലങ്ങളെല്ലാം ഇറാന്റെ ആണവ കേന്ദ്രങ്ങളായിട്ടുള്ള ഫ്രോഡോ, നതാൻസ്, എസ്ഫഹാൻ ഇവയെല്ലാം തകർന്ന് തരിപ്പണമായി എന്നാണ് അമേരിക്ക പറയുന്നത്. ഇതിൽ നതാൻസും എസ്ഫഹാനും പൂർണ്ണമായും തകർന്ന് തരിപ്പണമായി. ഫ്രോഡോ ന്യൂക്ലിയർ ബേസ് സ്ഥിതി ചെയ്യുന്നത് 300 അടി താഴ്ചയിലാണ്. ഒരു വലിയൊരു മല തുരന്ന് 300 അടി താഴ്ചയിലാണ് അത് സ്ഥിതി ചെയ്യുന്നത്. അവിടെ എന്ത് സംഭവിച്ചു? 300 അടി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകാനായിട്ട് എളുപ്പത്തിൽ ഞാൻ പറഞ്ഞുതരാം. നമ്മളുടെയൊക്കെ ഒരു വീടുണ്ടല്ലോ, നോർമൽ വീടിൻ്റെ മെയിൻ വാർക്ക എന്ന് പറയുന്നത് 10 അടി പൊക്കത്തിലാണ്. 2 നിലയുള്ളൊരു വീട് 20 അടി ഹൈറ്റിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ 300 അടി എന്ന് പറഞ്ഞാൽ ഒരു 30 നില കെട്ടിടത്തിൻ്റെ ഹൈറ്റാണ്. അത് മുഴുവനും കോൺക്രീറ്റ് ചെയ്ത് ഇറാൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള മെറ്റീരിയൽ ഉപയോഗിച്ച് സീൽ ചെയ്തിട്ടുള്ളതാണ്. അവിടെയാണ് 400 കിലോഗ്രാം 60% കൂടുതൽ പ്യൂരിഫൈ ചെയ്തിട്ടുള്ള എൻറിച്ച് ചെയ്തിട്ടുള്ള യുറേനിയം സൂക്ഷിച്ചിരിക്കുന്നത്. അമേരിക്ക പണ്ട് ഹിരോഷിമയിലിട്ട ആ ബോംബുണ്ടല്ലോ, ലിറ്റിൽ ബോയ്, അവിടെ വെറും 64 കിലോഗ്രാം 80% എൻറിച്ച് ചെയ്തിട്ടുള്ള യുറേനിയമാണ് യൂസ് ചെയ്തിരുന്നത്. ഇവിടെ 400 കിലോഗ്രാം ഓൾമോസ്റ്റ് 70%-ഓളം എൻറിച്ച് ചെയ്ത യുറേനിയം സൂക്ഷിച്ചിരുന്നു. എന്നിട്ട് എന്ത് സംഭവിച്ചു? ഇതുവരെ യാതൊരു റേഡിയേഷനും ഇല്ല. യുറേനിയം അവിടെ ഇല്ല. അതാണ് സത്യത്തിൽ സംഭവിച്ചിരിക്കുന്നത്. ഇറാൻ തന്ത്രപ്രധാനമായി യുറേനിയം അവിടെ നിന്ന് മാറ്റിയിരിക്കുന്നു. സ്ഥലം തകർക്കാനായിട്ട് അമേരിക്കക്ക് സാധിച്ചു. പക്ഷേ എന്തിനു വേണ്ടിയാണ് ഇതെല്ലാം ആക്രമിച്ചത്? 400 കിലോഗ്രാം യുറേനിയം നിർവീര്യമാക്കാനായിരുന്നു. അത് സാധിച്ചിട്ടില്ല അമേരിക്കക്ക് ഇനിയും. അതുകൊണ്ടാണ് ഇസ്രയേൽ വീണ്ടും അടുത്ത പോസിബിളായിട്ടുള്ള യുറേനിയം സ്റ്റോർ ചെയ്യാൻ സാധ്യതയുള്ള സ്ഥലങ്ങളെല്ലാം ആക്രമിച്ചത്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഫ്രോഡോയെ ആക്രമിച്ചത് GBU-57 MOP ബോംബ്സ് ഉപയോഗിച്ചിട്ടാണ്. ഇതിന് 30,000 പൗണ്ട് തൂക്കമുണ്ട്, 14,000 കിലോ. ഇത് മുകളിൽ നിന്ന് വീഴുമ്പോൾ അത് അച്ചീവ് ചെയ്യുന്ന കൈനറ്റിക് എനർജി വളരെ വലുതാണ്. ഇത് ഭൂമിയുടെ സർഫസ് തകർത്ത് ഒരു 10-15 നില അടിയിലേക്ക് പോയി അവിടെ ചെന്നിട്ടാണ് ഇത് ബെഡ്സ്റ്റ് ചെയ്യുന്നത്. അവിടെ ഒരു വൻതോതിലുള്ള ഭൂമി കുലുക്കം തന്നെ ഉണ്ടാകും. ഇതിന് മുകളിലും താഴെയുമായിട്ടുള്ള ഒരു 10 നിലകളെ പൂർണ്ണമായിട്ടും തകർക്കാൻ സാധിക്കും. അവിടെ യുറേനിയം ഉണ്ടായിരുന്നെങ്കിൽ ഇതിനകം തന്നെ റേഡിയേഷൻ ഉണ്ടാകുമായിരുന്നു. അത് കണ്ടെത്തുവാൻ ഇനിയും സാധിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ മിഷൻ വിജയിച്ചില്ല എന്നാണ് സാരം. ഇസ്രയേലിന്റെ ഭീതി വിട്ടൊഴിയുന്നില്ല. ഇറാന്റെ കയ്യിൽ അണുവായുധം സേഫായിട്ടുണ്ട്. ഇറാൻ അത് പ്രയോഗിക്കുമോ എന്ന് ഉറ്റുനോക്കിയാണ് ലോകം.